പ്രസിദ്ധ കർമ്മശാസ്ത്ര വിശാരദനും ഹദീസ് പണ്ഡിതനുമായിരുന്നു ഇമാം ഇസ്ഹാഖ് ബിനു റാഹവൈഹി. അബു യാക്കൂബ് ഇസ്ഹാഖ് ബിനു അബിൽ ഹസൻ ഇബ്രാഹിം ഇബ്നു മഖ്ലദ് ഇബ്നു ഇബ്രാഹിമിൽ ഹംലലി അത്തമീമിൽ മർവസി എന്നാണ് മുഴുവൻ പേര്. പണ്ഡിത ലോകത്ത് അദ്ദേഹം അറിയപ്പെട്ടത് ഇബ്നു റാഹവൈഹി എന്ന പേരിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അബുൽ ഹസൻ ഇബ്രാഹിം യാത്രാമധ്യേയാണ് ജനിച്ചത്. അതിനാൽ വഴിയിൽ വെച്ചുണ്ടായ കുട്ടി എന്നർത്ഥം വരുന്ന ഫാരിസി നാമം റാഹവൈഹി എന്ന് വ്യാപകമായി വിളിക്കപ്പെട്ടു. ഹിജ്റ 161 ഖുറാസാനിലെ മർവിലാണ് ജനനം. കറകളഞ്ഞ ദൈവഭക്തിയും വിശ്വസ്തതയും സമ്മേളിച്ച വ്യക്തിത്വത്തിനുടമകളായിരുന്നു പിതാവും പുത്രനും. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പലപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന പണ്ഡിതനായിരുന്നു ഇസ്ഹാഖ് ബിനു റാഹവൈഹി. ഇമാം ഷാഫി റഹിമഹുല്ല ഇമാം ഇസ്ഹാഖ് ബിനു റാഹവൈഹിയും സമകാലികരായ പണ്ഡിതന്മാരായിരുന്നു. മക്കയിൽ വെച്ചാണ് ഇബ്നു റാഹവൈഹിയും ഇമാം ഷാഫിയും പരിചയപ്പെടുന്നത്. ഇരുവർക്കുമിടയിൽ പഠനാർഹമായ നിരവധി വൈജ്ഞാനിക സംവാദങ്ങൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ല പാണ്ഡിത്യം മനസ്സിലാക്കിയ ഇബ്നു റാഹവൈഹി അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും പകർത്തിയെഴുതുകയുണ്ടായി. ഹിജ്റ 184 ഇറാഖ്, അൽ ഹിജാസ്, യമൻ, ഷാം തുടങ്ങി നിരവധി സ്ഥലങ്ങളിലേക്ക് വിജ്ഞാന സമ്പാദനത്തിനും ഹദീസ് സമാഹരണത്തിനുമായി യാത്ര ചെയ്തു. ഷാമിൽ നിന്ന് നിരവധി പണ്ഡിതന്മാരിൽ നിന്നും അറിവ് സ്വീകരിച്ചു. ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂദാവൂദ്, അൻ-നസായി, അബ്ദുറഹ്മാൻ ദാരിമി തുടങ്ങി നിരവധി പ്രമുഖ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സ്വദേശമായ മർവിലേക്ക് മടങ്ങി. തൻ്റെ അവസാന നാളുകൾ നൈസാബൂരിലാണ് കഴിച്ചുകൂട്ടിയത്. അൽ മുസ്നദ്, കിതാബു തഫ്സീർ, കിതാബുൽ ഇൽം എന്നിവയാണ് പ്രധാന കൃതികൾ. ഹിജ്റ 238 75-ാമത്തെ വയസ്സിൽ വിടവാങ്ങി.